ജിൻഡോ വേഴ്സസ് ജാസ്മിൻ ഫൈറ്റ് അങ്ങനെ ലൈവിൽ കഴിഞ്ഞിരിക്കുകയാണ്. പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ആളാണ്, എങ്ങനെ ഒരാളാവരുത് എന്ന ബേസിസിൽ. സോ ആവില്ല, കാരണം ഈ അച്ഛന്റെ അമ്മയുടെയും മക്കളൊന്നും അല്ലല്ലോ. സോ ഒരാൾക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, സംസ്കാരം എന്താണ്, ഒരാളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, പേഴ്സണൽ ഹൈജീൻ എന്തൊക്കെ വേണം, അതിനൊന്നും നേരെ ഉണ്ടായിണ്ടാവില്ലല്ലോ. പട്ടിത്തീട്ടത്തിന്റെ വില പോലും ജാസ്മിൻ അർഹിക്കില്ല. ഒരു പൊട്ടിയ സെപ്റ്റിക് ടാങ്ക് ആളുടെ അടുത്ത് വെച്ച് അതിന്റെ സംസ്കാരം ജാസ്മിന്റെ മുകളിലായിരുന്നു. സ്പോടാ വാടാ, മറ്റവനെ മറിച്ചവനെ, ബുദ്ധി ഇല്ലാത്തവനെ, മന്ദബുദ്ധി, ഇങ്ങനെയൊക്കെയാണ് ഒരാൾ വിളിക്കുന്നത്. ബേസിക് ട്രിഗറിങ് പോലും അവിടെ നടന്നിട്ടില്ല ആദ്യം. അപ്പോഴൊക്കെയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട്, നായയെ പോലെ കുരക്കി നായയുടെ ശരീരം. എന്താടേ നിന്റെ വീട്ടിലത്തെ വേലക്കാരൻ അയാള്? എനിക്ക് മനസ്സിലാവുള്ളൂ. ഒരാൾ ഒരു സ്ലേവ് പോലെയൊക്കെയാണ് കിടന്ന് സംസാരിക്കുന്നത്. ഇതൊന്നും ബിഗ് ബോസിന് ചോദിക്കാൻ പറ്റില്ല. കാരണം മുല്ലപ്പൂ മഹാറാണിക്ക് കപ്പ് കൊടുക്കാനാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ട് ഇതാരും ചോദിച്ചില്ല. ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ നടത്തിയിട്ടും ആർക്കും ഒന്നും ചോദിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനായിരിക്കും? എനിക്ക് ചോദിക്കാനുള്ള ബിഗ് ബോസിന്റെ വീക്കെൻഡ് ഡയറക്ടറിന്റെ അടുത്താണ്. പറ്റില്ലെങ്കിൽ പോയി വല്ല വാഴയും വെക്കും, കാരണം പഴമെങ്കിലും കിട്ടും. സോ ഇന്ന് രാവിലെ